ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വൈബ് നമ്മൾ മാറ്റി പിടിച്ചേക്കാണ്. എല്ലാ ദിവസവും ഞങ്ങൾ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇന്നൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് പോകാൻ നമ്മുടെ ഇവിടെ കരുനാഗപ്പള്ളി പോകാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനായിട്ട് ഞാനെല്ലാം റെഡിയായി നിൽക്കുകയാണ്. വലിയ ഹാപ്പിയിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ചോട്ടു. അപ്പോൾ ഇവനുമായിട്ട് കളിക്കാനും അതേപോലെ ഫോണിൽ വീഡിയോ എടുക്കാനും ഒക്കെ ഞാൻ നിൽക്കാറുണ്ട്. ഇവൻ ഈ ഫോൺ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന വിഷ്വൽ എന്ന് പറയുന്നത് പപ്പായാണ് ഇവൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ. ആ പപ്പായ ഇവനെ അഴിച്ചു കെട്ടുന്നതും ചോറ് കൊടുക്കുന്നതും കളിക്കുന്നതും പിടിക്കുന്നതൊക്കെ പപ്പായ. അപ്പോൾ പപ്പായെ കണ്ടപ്പോൾ അവൻ്റെ ആ ഒരു റിയാക്ഷനാണ്. ഇന്ന് പപ്പ അധികം കളിപ്പിക്കാനൊന്നും നിന്നില്ല. അങ്ങനെ അവൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ദാണ്ടെ യാത്ര പുറപ്പെട്ടു. വണ്ടിയിൽ കയറി അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ട് പോവുകയാണ്. കാര്യം കുറേ നാളായി കരുനാഗപ്പള്ളി പോയിട്ട്. നമ്മുടെ വീട്ടിൽ നിന്നൊരു 10-11 കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ബൈക്കിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കുറേ നാളായി പോയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഞാൻ നേരെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അതിൻ്റെ കഷ്ടകാലത്തിന് മഴ പെയ്തു കേട്ടോ. ഇപ്പം ഞാൻ പോകുന്നത് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിനകത്ത് ഒരു കാരുണ്യമുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ മിക്കവാറും മരുന്നുകൾ മേടിക്കും. നമുക്ക് നല്ല വിലക്കുറവിൽ കിട്ടും. അപ്പോൾ ഞാൻ കാരുണ്യയിലെത്തിയിട്ട് അവിടുന്ന് കുറേ മരുന്ന് വാങ്ങാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇങ്ങോട്ട് അകത്തോട്ട് കയറിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുന്നത് വെളിയിലിറങ്ങുമ്പോൾ മഴയുണ്ടോ എന്നാണ്. മഴയില്ല. ആശ്വാസത്തിൽ ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. പതുക്കെ നടക്കുക. ഈ മതിലിൻ്റെ അപ്പുറം ഒരു ആംബുലൻസ് കിടപ്പുണ്ട്. അപ്പോൾ ആ ആംബുലൻസിൻ്റെ അപ്പുറത്തോട്ട് നമുക്കങ്ങ് വെളിയിലോട്ട് ഇറങ്ങാനുള്ള വഴിയാണ്. അപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടെ നിന്നും ഞാൻ വണ്ടിയിൽ കയറി ഇനി വേറൊരു മെഡിക്കൽ സ്റ്റോറിലോട്ട് പോവാണ്. N4 മെഡിക്കൽസ് കരുനാഗപ്പള്ളിയിൽ തന്നെ ഉള്ളതാണ്. അവിടെ നിന്നാണ് കുറച്ച് ബാക്കി മരുന്നുകളോട് ഞാൻ മേടിച്ചെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വണ്ടിയിൽ കയറി. അവിടെ നിന്ന് ഇനി നമ്മൾ നേരെ കുറച്ച് പച്ചക്കറി സാധനങ്ങളും വാങ്ങാനുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച മരുന്ന്. ഇത്രയും മരുന്ന് മേടിച്ചു. മേടിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഒരുപാടൊന്നുമില്ല, കുറച്ച് സവാളയും അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഈ ഒരു വഴിയോരത്തുണ്ടായിരുന്നായിരുന്നു. ചെറുകിട കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ റോഡ് പണിയൊക്കെ കാരണം കൊണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ എങ്ങും ഇല്ല നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളുമൊക്കെ. ഇപ്പോൾ എല്ലാം ഭയങ്കര റോഡ് പണിയുടെ ആ ഒരു തിരക്കും പോരാഞ്ഞതിന് ഈ മഴയും. മഴ പെയ്യാത്തപ്പോൾ മഴയില്ലല്ലോ എന്നായിരുന്നു. ഇപ്പം മഴ പെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കിനും നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പുറവും ഇപ്പുറവും കാഴ്ചകളൊക്കെ കണ്ട് ഞാനതെല്ലാം ആസ്വദിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പോയി എല്ലാം നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കരുനാഗപ്പള്ളിയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലത്തൂടെയായി പോകുന്നത്. ഹൈവേ കൂടെ എല്ലാം പോയി ബാക്കിലെല്ലാം വീഡിയോസ് എല്ലാം ഞാൻ കവർ ചെയ്യുകയാണ്. നിങ്ങൾ വിചാരിക്കുക എനിക്കെന്താ വട്ടുണ്ടോയെന്ന്. പക്ഷേ ഇതിൽ കുറേ നാൾക്ക് ശേഷം ആയതുകൊണ്ടും ഉള്ളൊരു കൗതുകമാണിത്. പിന്നെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഔട്ട് വീഡിയോ എടുക്കുന്നത്. ഇത് നമ്മുടെ കരുനാഗപ്പള്ളിയിലെ പടനായരുകുളങ്ങര അമ്പലമാണ് കേട്ടോ. മഹാദേവരുടെ അമ്പലമാണ് ഇത്. നമ്മുടെ റോഡിൽ കൂടെ വരുമ്പോഴുള്ള ഫ്രണ്ട് ഭാഗമാണ് അമ്പലത്തിൻ്റെ. നമുക്ക് ഇതിലേക്കൂടെയും കയറാൻ പറ്റും അമ്പലത്തിനകത്ത്. അതേപോലെ തന്നെ ഞങ്ങൾ എല്ലാ മാസവും തൊഴുതുകൊണ്ടിരുന്നതാണ്. ഇത് നമ്മുടെ സൈഡ് വ്യൂ ആണ് കേട്ടോ, അമ്പലത്തിൻ്റെ സൈഡ് വ്യൂ. പിന്നെ ഈ ഒരു കവാടത്തിൽ കൂടെ നമുക്ക് അമ്പലത്തിനകത്തേക്ക് കയറാം. ഇത് ഭഗവാന്റെ ഫ്രണ്ട് ഭാഗമാണ് അതിൽ കൂടെ പോകുമ്പോൾ. പിന്നെ നമ്മൾ പോകുന്നത് നേരെ മാർക്കറ്റ് റോഡിൽ കൂടെയാണ്. കരുനാഗപ്പള്ളിയിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല, ഒരുപാട് സാധനങ്ങളുണ്ട്. ഫ്രൂട്ട്സ് ഐറ്റംസ് ആണെങ്കിലും അരി, പച്ചക്കറി, പിന്നെ മെറ്റൽസ് ആണെങ്കിലും പാത്രങ്ങൾ, ഇരുമ്പ് പാത്രം, അലൂമിനിയം, അതേപോലെ തന്നെ ഹോൾസെയിൽ, റീറ്റെയിൽ തുടങ്ങി എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടും കേട്ടോ. ചട്ടി, കലം എന്ന് വേണ്ട എല്ലാം കിട്ടും. അങ്ങനെ ഞങ്ങൾ തേടി ഇവിടെ ഒരു കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കടയെ കണ്ടു. അവിടുന്ന് കുറച്ച് സവാളയും കുറച്ച് കൊച്ചുള്ളിയൊക്കെ വാങ്ങി അതെല്ലാം ഞങ്ങൾ എല്ലാം മേടിച്ച് കയറിയപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് തുമരയും അതേപോലെ തന്നെ
കടലയും കൂടെ വാങ്ങണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു കടയിലോട്ട് വന്നു. അവിടുന്ന് കുറച്ച് ഈ 2 സാധനങ്ങളെല്ലാം മേടിക്കുന്നതിൻ്റെ ഇടയിലെടുത്ത വീഡിയോ ആണത്. അവരുടെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും എടുക്കാൻ പറ്റിയുള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ പർച്ചേസിങ് ഇത്രയേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞതാ വീട്ടിൽ വന്നു. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല. അപ്പോൾ പോയിട്ട് വന്ന പാടെ ഇച്ചിരി ചായ അടുപ്പത്ത് വെച്ച് കേട്ടോ. നല്ല കടുപ്പം കൂട്ടി നല്ല സ്ട്രോങ് ഒരു ചായ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് 2 കൂട്ടം സാധനം ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നല്ല കടുപ്പത്തിലെ ചായ, എല്ലാവർക്കും കടുപ്പം കൂടിയ ചായ ഇവിടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ ഇടുക ഞാൻ. ചായയെല്ലാം ഇട്ടെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാവർക്കും കൊടുത്തെല്ലാം കഴിഞ്ഞിട്ട് ദാണ്ട ഞാൻ ചായ കുടിക്കുകയാണേ. നമ്മൾ മേടിച്ച ഐറ്റംസ് മനസ്സിലായല്ലോ. ഏത്തയ്ക്കാപ്പവും പിന്നെ പരിപ്പ് വടയും കൂടെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നേ. അപ്പം ഞാൻ ഏത്തയ്ക്കാപ്പവും ടെസ്റ്റ് ചെയ്തു, കുറച്ച് ചായയും കുടിച്ചു. അന്നേരത്തെ ആ വിശപ്പിൻ്റെ ആ ഒരു വലിയ വിശപ്പെന്ന് പറഞ്ഞാൽ ചോറുണ്ണാനുള്ള വിശപ്പില്ല, പക്ഷേ ഇത് മേടിച്ചപ്പോൾ ഇത് കഴിക്കാനുള്ള ആ ഒരു കൗതുകം. അതിൻ്റെ കൂടെ കണ്ട പരിപ്പ് വട നോക്കി, അധികം എണ്ണമയം ഒന്നും ഇല്ലല്ലോ, പരിപ്പ് വടയല്ലേ. അപ്പോൾ അങ്ങനെ അത് രണ്ടും കൂടെ കഴിച്ച് ചായയും കുടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ റിലാക്സ് ചെയ്യുവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.